ആലിപ്പഴം പെറുക്കാം കിളിക്കൂട നിവത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോല ഞാലിക്കുരുവി ഈ വഴിവാ ആലിപ്പഴം പെറുക്കാം കിളിക്കൂട നിവത്തി പൂങ്കുരുവി പൂവാങ്കുരുവി. അച്ഛൻ എപ്പോഴാണ് സന്തോഷം ഇല്ലാത്തത്? ഒരു കോള് ഒത്തില്ലടേ. ഇത് ഏത് സിനിമയിലത്തെ പാട്ടാ? ഇത് ഏത് സിനിമയിലത്തെ പാട്ടാണ്? ഈ പാട്ടാ? ഇത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തനാ? കുട്ടിച്ചാത്തനെ പറ്റി അറിഞ്ഞൂടെ? കുട്ടിച്ചാത്തന്റെ കഥയൊന്നും കേട്ടിട്ടില്ല. അതെങ്ങനെ ഒരു അപ്പൂപ്പനമ്മ വേണ്ടല്ല, പടവല കുട്ടമ്പിള്ളയും ബാബാജി അമ്മയും എന്നാ പിള്ളേരെ പിടിച്ച് മടിയിരുത്തിയിട്ട് പഴയ കഥകൾ പറഞ്ഞു കൊടുക്കുക, നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക. എവിടെ ദോരം? ഏത് സമയം തന്നെ അവർക്ക് വയലിൽ പണിയല്ലേ, കൃഷി തേങ്ങ വെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസ 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 എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്തിരി സമയം കിട്ടുമെങ്കിൽ മരുമോൻ്റെ എൻ്റെ കുറ്റങ്ങൾ പറയുക, അത് വേറെ ഒരു കുഴപ്പമില്ല. അവർ അവർക്ക് ഇഷ്ടം പോലെ പണിയടക്കയില്ലേ? തേങ്ങ വെട്ടുണ്ട്, പിന്നെ വയലിൽ കൊയ്ത്തുണ്ട്, അത് കഴിഞ്ഞ് ഇടക്കൃഷിയായിട്ട് പയർ കൃഷി ചെയ്യണം, വാഴ കൃഷി ചെയ്യണം, ഒരുപാട് സമയമൊന്നുമില്ല മക്കളെ. അച്ഛൻ പറഞ്ഞുതരാം. പിന്നെ ഈ കുട്ടിച്ചാത്തന്റെ കഥ വെറും കെട്ടുകഥയല്ല, യഥാർത്ഥത്തിൽ കുട്ടിച്ചാത്ത ഉണ്ട്. നിങ്ങള് മനസ്സ് ഏകാഗ്രമാക്കി മന്ത്രം ചൊല്ലിയ നിങ്ങളെ മുമ്പിൽ കുട്ടിച്ചാത്ത പ്രത്യക്ഷപ്പെടും. എന്ത് മന്ത്രം? ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. ഒരു 100 പ്രാവശ്യം ചൊല്ലണം. വന്നാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് തരും? വരം തരും. വരാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യം ചോദിച്ചാലും തരും. ഐസ്ക്രീം ചോദിച്ചാ ഐസ്ക്രീം തരും. പിന്നെ നിനക്ക് ഇഷ്ടം എന്താണ്? ബിരിയാണി. ബിരിയാണി ചോദിച്ചാൽ ബിരിയാണി തരും. പിന്നെ കേക്ക് ചോദിച്ചാൽ കേക്ക് തരും. നൂഡിൽസ് ചോദിച്ചാൽ നൂഡിൽസ് തരും. ഷാർജ തരും, എല്ലാം തരും. വീട് ചോദിച്ചാൽ വീടും തരും. വീട് ചോദിച്ചാൽ തരുമെന്ന കൊട്ടാരം തരുവടാ. പിന്നെ ഈ കുട്ടിച്ചാത്തനെ നമ്മൾ ഉപദ്രവിക്കോ? അയ്യോ പാവം, മഞ്ഞ കൊച്ചു കുട്ടിയല്ലേ പാവം. കുട്ടിച്ചാത്തന് കൊമ്പുണ്ടോ? പോടാ അവിടുന്ന്, കൊമ്പൊന്നുമില്ല, നല്ല സുന്ദരനായ പയ്യനാണ്. പിന്നെ ഒരു കാര്യം, ഒരു ദുശീലമുണ്ട്. കുട്ടിച്ചാത്ത വെള്ളോടി. ഓ അപ്പൊ അച്ഛനറിയാം വെള്ളോട് ദുശീലാന്നല്ലേ, നമ്മുടെ ശങ്കരപ്പിനെ പോലെ. പിന്നെ ഒരു കാര്യം, മന്ത്രം എങ്ങാനും തെറ്റിച്ച പണി വാളും. പിന്നെ കുട്ടിച്ചാത്ത എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കും ഒരു പിടിയില്ല. ഇപ്പൊ അയാളോടുണ്ട്. അയാളാ? എടാ അയാളൊന്നും വിളിക്കരുത്, അമാനുഷികനാണ്, അമാനുഷികൻ. അജയ് കുട്ടിച്ചാത്ത നമ്മുടെ അടുത്ത് വരാനായിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? എന്റെ കൊച്ച നേരത്തെ പറഞ്ഞില്ലേ, തെറ്റാതെ 100 പ്രാവശ്യം ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്ന് ചൊല്ലണം. അച്ഛൻ ഞങ്ങൾ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിലും വരും കുട്ടിച്ചാത്തൻ. ചാത്തനേക്കാൾ വലിയ ചാത്തന്മാരുടെ അടുത്ത് ചാത്തന്മാരൂല, പേടിച്ചോടുക്കളായി. നീ വാടാ, ഈ അച്ഛൻ ചുമ്മാ പറയാ, ശരിക്കും കുട്ടിച്ചാത്തനൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചോളൂ നടാ. മന്ത്രം ചൊല്ലിയൊക്കെ അപ്പൊ അറിയാം പറഞ്ഞില്ലേന്ന്. ആലിപ്പഴം പെറുക്ക പിരിക്കൂട ദിവത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോല ഞാലിക്കുരുവി ഈ വഴിവാ. ഈ ചാത്തൻ ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം ചാത്തന്റെ അടുത്ത് ചോദിക്കായിരുന്നല്ലേ? അത് തന്നെ, ഐസ്ക്രീമും ചോക്ലേറ്റും ബിരിയാണിയും എല്ലാം ചോദിക്കായിരുന്നു. എടീ, അച്ഛൻ എങ്ങനെ ചുമ്മാ പറയാൻ വഴിയില്ല. ഇനി അതോ അച്ഛൻ കള്ളത്തരം പറയാണെങ്കിൽ അച്ഛൻ ഇത്രയും വലിയ ഇമാജിനേഷൻ ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ല. അത് ശരിയാ. അപ്പൊ നീ എന്താ പറഞ്ഞു പറഞ്ഞേ? അത് തന്നെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ. എന്ത് ട്രൈ ചെയ്യണം ആര്യ? ഓ അന്ന് മനുഷ്യന് നേരെ പഠിക്കാണ്ട് ചേച്ചി സമ്മതിക്കത്തില്ല. പഠിച്ചോ? പക്ഷെ അതിന് മുന്നേ എന്ത് ട്രൈ ചെയ്ത കാര്യം പറഞ്ഞോണ്ടിരുന്നേന്ന് പറ. ട്രൈ ചെയ്യുന്ന തരുമോ? എന്ത് ട്രൈ ചെയ്യുന്ന തരും? നമ്മളെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഒന്ന് പോയേച്ചേ, ഒന്ന് പോ. എന്റെ അടുത്ത് പറയണ്ട, അമ്മ വന്ന് ചോദിക്കുമ്പോ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അമ്മേനെയും കൊണ്ടുവരും. ഈ ചേച്ചി മൂന്നാക്കുന്ന തോന്നുന്നേ. ഇനിയിപ്പൊ അമ്മ പറയേ വരും. എന്ത് പറഞ്ഞാലും പിടികൊടുക്കണ്ട, ഈ കാര്യം പറയണ്ട. അമ്മ എന്തോ ചീന് നാറുന്നില്ലേ? ഒന്ന് പോയേച്ചി, ഒന്നും ചീഞ്ഞ് കാണുന്നില്ല. അമ്മ വല്ല നാറ്റമുണ്ടോ അവിടെ? പരിപാടിയില്ല അമ്മേ. ശരിക്കും സംഭവിച്ചത് ഞങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ലച്ചേച്ചി വന്നിട്ട് ഞങ്ങളെ പഠിക്കാൻ സമ്മതിച്ചില്ല. എന്നിട്ട് എന്തോ പറഞ്ഞിട്ട് അങ്ങ് പുറത്തോട്ട് പോയി. അത്രേ ഉള്ളല്ലോ. പഠിച്ചോ. അഥവാ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കാനാണെങ്കിൽ എന്ത് നോക്കിക്കൊണ്ടിരിക്കണേ? എല്ലാം കഴിഞ്ഞില്ലേ? പോ, കണ്ടുപിടിച്ചോളാം. ആ കുട്ടിച്ചാത്ത മൂന്നായിരുന്നു ആദ്യത്തെ പണി ചേച്ചിക്ക് ഇട്ട് കൊടുക്കാമായിരുന്നു. നമുക്ക് ചൊല്ലിയോക്കാം. ശബ്ദത്തിൽ ചൊല്ലണ്ട, എന്നിട്ട് വേണം പിന്നെ അല്ല ചേച്ചി കയറി വരാൻ.
മനസ്സിൽ വേറൊരു ചിന്തയും വേണ്ട, മനസ്സ് ഏകാഗ്രമാക്കി വെക്കണം. ഓക്കെ. ഓം ഹ്രീം കുട്ടിച്ചാത്ത, 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 ഓം ഹ്രീം കുട്ടിച്ചാത്ത. നീ ചൊല്ലിക്കഴിഞ്ഞാ? എൻ്റെ കഴിഞ്ഞു. ഞാനും 100 തവണ ചൊല്ലി. കണ്ണുറക്കാം. ഓക്കെ, റെഡി? 1 2 3 തുറന്നോ. ശിവ, നീ കാണുന്നുണ്ടോ? നീ കാണുന്നുണ്ടോ? ഇല്ല. ആ കുട്ടിച്ചത്തം വന്നായിരുന്നെങ്കിലേ എല്ലാവർക്കും കൂടി നല്ലൊരു പണി കൊടുക്കാന്ന് വിചാരിച്ചതാ. എനിക്കൊരു ഐഡിയ. എന്താ? നമുക്ക് ഈ കുട്ടിച്ചാത്തന്റെ പേരും പറഞ്ഞ് എല്ലാരെയും ഒന്ന് പറ്റിച്ചാലാ? ഐഡിയൊക്കെ കൊള്ളാം, പക്ഷെ പാളി കഴിഞ്ഞാൽ നല്ല അടി കിട്ടും. അടികെട്ടായിരിക്കുള്ള വഴിയൊക്കെ എന്തേലും ഉണ്ട്. എന്താ? ചാടി കാലി വീഴും. എടി, പണി എങ്ങാനും പാളിക്കഴിഞ്ഞാൽ ചാടി അച്ഛൻ്റെ അമ്മയുടെയും കാലിലോട്ടങ്ങ് വീഴും. നമ്മുടെ അച്ഛനും അമ്മയില്ലേ, ക്ഷമിക്കാതിരിക്കത്തില്ല. ഉറപ്പല്ലേ? ആ എന്നാട്ടെ. ആ ആദ്യത്തെ പണി ആർക്കിട്ട് കൊടുക്കാം? ലച്ചേച്ചി കിട്ടാൻ കൊടുക്കാം. ഓക്കെ. അമ്മ ഒരു ചായ എടുത്തു വരും അമ്മ. അതേ, കെട്ടിക്കാനായ പെണ്ണല്ലേ, പോയി എടുത്ത് കുടിക്കട്ടെ ചായ. അമ്മ ഭയങ്കര തലവേദന ഉണ്ട്, അതുകൊണ്ടല്ലേ. ഓ, അവിടെ ഇരിക്കുന്ന ചായ എടുത്ത് കുടിക്കുന്നതിനിടയ്ക്ക് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാനങ്ങ് സഹിച്ചോളാം. അമ്മേ അമ്മേ ചെമ്പലിക്കിണ്ണം വെച്ച് പറയാതെ കാപ്പിന്നെ. ഒന്നുമില്ല, പോകോ, ഞാൻ ചുമ്മാ പാലിനര ചെമ്പലിക്കിണ്ണം വെച്ചു പാലാതെ കാത്തുന്നെ. ആടി തളർന്നവരെ കാറ്റിൽ കൂടി തേടി തിരിഞ്ഞു ഞാൻ മണ്ണിൽ. താരാ കണ്ണു തുറന്നു നോക്കി കുരിൽ മൂടി മിരവിൽ. നിർമ്മല പ്രേമത്തോടൊന്നും അമ്മ ഞാൻ ഇവിടെയാണോ ഫോൺ വെച്ചത്? ആകുമ്പം കാത്തിരിപ്പു. അമ്മേ അമ്മേ എന്താടേ കാണാനാ കൊമ്മ കൊമ്മ വിളിക്കുന്നത്? ഓ, അപ്പൊ അച്ഛനാണല്ലോ എന്റെ ചായ എടുത്ത് കുടിച്ചത്. ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ച ചായ അച്ഛനാണല്ലോ എടുത്ത് കുടിച്ചേന്ന്. ഒരു കളി മുങ്ങ എന്തോ തടി? അമ്മ ഞാൻ നോക്കമ്മ, ഞാൻ അടുക്കളയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച ചായ അച്ഛൻ എടുത്ത് കുടിച്ച്. ആർക്ക് വേണോ നീ കുടിച്ചാ ബാക്കി ചായ? പിന്നെ ഇതിനകത്തുണ്ടെന്ന ചായ എന്തിയെ? ഇതെന്താ ചേച്ചി ഇവിടെ പ്രശ്നം? എന്താ? ഞാൻ അടുക്കളയിൽ നിന്ന് ചായ കൊണ്ടത് ഇവിടെ വെച്ചതാ. ആ ചായ ഇപ്പൊ കാണാനില്ല, അതെന്തിയെ? എടി ലച്ചു, അടുക്കളയിൽ വേറെ ചായ ഉണ്ടല്ലോ, പോയി എടുത്ത് കുടിക്കാൻ നോക്ക്. ഞാൻ കൊണ്ടുവന്ന ചായ എന്തിയെന്ന്? ഇപ്പൊ ആ ചായ തന്നെ വേണമെന്നില്ലല്ലോ, വേറെ ചായ അവിടെ ഉണ്ടല്ലോ, അതെടുത്ത് കുടിക്കി. എന്നാലും എന്റെ ചായ ആരെടുത്ത് കുടിച്ചേ? സത്യം പറയാച്ചാ, ഇതിനകത്തുണ്ടായിരുന്ന ചായ എന്തി? ഈ വെള്ളി മുങ്ങ കണ്ണിലടിഞ്ഞ കുത്തിപ്പൊട്ടി പടി. പിന്നെ ഇതിനകത്ത് ചായ ഇവിടെ പോയത്? ചേച്ചി അച്ഛൻ കുടിക്കത്തില്ലെന്ന്. അച്ഛൻ കുടിച്ചില്ലെങ്കിൽ ചായ ഇവിടെ പോയി. ദേ, ഈ ചായ തന്നെ വേണമെന്നില്ലല്ലോ, അവിടെ അടുക്കള വേറെ ചായ ഇരിപ്പുണ്ട്, പോയി എടുത്ത് കുടിക്കി. എന്നാലും എന്റെ ചായ ഇവിടെ പോയി പറഞ്ഞ ഞാൻ അടുക്കളയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാന്ന്. നിന്റെ ചായ എന്ന് പറഞ്ഞ പേര് എഴുതി വെച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ, പോയി എടുത്ത് കുടിക്കല്ലേ. പോവാണ്. എന്താ പറഞ്ഞ? പെണ്ണ് വിളക്കിലെടുത്ത് തുടങ്ങി കേട്ടാ. അതെങ്ങനെ തള്ളേക്കണ്ടല്ലേ പഠിക്കുന്നത്? ഞാൻ ഇവിടെ പാവമായിട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കുക. എന്റെ അമ്മക്ക് ഇട്ട് ഇറാൻ വരല്ലേ? എന്തു പറ്റി? ആരും അടിച്ചമ്മതേ ഇവിടെ വന്ന് ആരടിക്കേ? അമ്മ നോക്കുമ്പോ പാട് കണ്ടോ, ആരും അടിച്ചു എന്നെ. ആ ചേച്ചി തോന്നലായിരിക്കും. തോന്നലല്ല, കാര്യം പറഞ്ഞതാ. അതിന് ഞങ്ങളെല്ലാം അവിടെ നിൽക്കല്ലായിരുന്ന, പിന്നെ ആരടിക്കേ? എനിക്ക് അറിയില്ലമ്മ ആരും അടിച്ചെന്ന്. അമ്മ ഞാൻ സീരിയസ് ആയിട്ട് പറയാമ്മ, ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട്. എന്തോ പ്രേതബാധ ഉള്ള പോലെ എനിക്ക് തോന്നണത്. ഇവിടെ ഞാനിതുവരെ ഇവിടെ ഒന്നിനും കണ്ടിട്ടില്ല പ്രേതത്തിനെ. ബാലും ഇടല്ലേട്ടാ. അമ്മ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ നോക്കമ്മ. ശരിയാണല്ലോ, ആരും അടിച്ചിട്ടുണ്ടല്ലോ. ശരിയാണല്ലോ, ആരും അടിച്ചിട്ടുണ്ടല്ലേ. സത്യമായിട്ട് എനിക്ക് പേടിയാവണ്ടമ്മ.
ശിവ, ചായ കുടിച്ചത് ഞാൻ, ഫോൺ എടുത്തോണ്ട് പോയത് നീ. അപ്പൊ ലച്ചേച്ചി അടിച്ചതാരാ? എടാ അതന്നെ ഞാനും ആലോചിക്കണേ. നീ ശരിക്കും കുട്ടിച്ചാത്തനെ അങ്ങനെ വന്നതാണ്? ഒന്ന് കാണുവോ? അല്ല, വന്നാൽ തന്നെ നമ്മുടെ മുമ്പിലല്ലേ പ്രത്യക്ഷപ്പെടണ്ടേ? എടാ ശിവ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നെ വഴക്ക് പറയുന്നു. പറ. എടീ, ഞാൻ കുട്ടിച്ചാത്തന്റെ മന്ത്രം ചൊല്ലിയതേ എന്റെ എണ്ണം തെറ്റിപ്പോയെന്നൊരു ഡൗട്ട്. ബാലു, ആ ഈ ലച്ചു ശരിക്കും പേടിച്ചു പോയിട്ടാ. ലച്ചു ശരിക്കും പേടിച്ചിട്ടുണ്ട്. ശരിക്കും പേടിക്കണം. ജീവിതത്തിൽ ആരെങ്കിലും ഒരാളെ പേടിക്കണം. നമ്മളെ നമുക്ക് പേടിയില്ലല്ലേ. അല്ല, എനിക്ക് വേണതേ ലച്ചു പറഞ്ഞാലും ഇവിടെ എവിടെയെങ്കിലും പ്രേതം ഉണ്ടായാലോ ചിലപ്പോ. എടി, അഥവാ പ്രേതം ഉണ്ടെങ്കിൽ തന്നെ നീ പേടിക്കണ്ട. നമ്മൾ ആരും ദേഹത്ത് കയറില്ല. ആ മുടി ഉണ്ടെങ്കിൽ അവന് ദേഹത്ത് ഈ ചപ്രത്തിന് കൂട് കൂട്ടാലോ. അതിന് അവനിവിടെ ഇല്ലല്ലോ ഇപ്പൊ. നന്നായി. നീലു, നീ പോയി ചേട്ടനുള്ള ഗ്ലാസ് ഉണ്ടോ? ആർക്ക്? എനിക്കുള്ള സാരത്തിന് ആ കേട്ടാ. ചുമ്മാ പോയത് പിള്ളേരെല്ലാം കാണാം അവളെ. ലച്ചു പറഞ്ഞ ശരി തന്നെ. അയ്യോ, ഇത്രയും നാള് നമ്മളെ കുടുംബത്തിലെ തുണയായിട്ട് മരിച്ചു രാമമാവൻ ഉണ്ടായിരുന്നു. ഇപ്പൊ രാമമാവനെ ഇവിടുന്ന് അടിച്ചോട്ടിച്ചിട്ടാണ് അയാളകത്ത് കയറിയത്. ആ ആരോ കയറി. ഉറപ്പ് അകത്ത് പോയി കുറച്ച് വെള്ളം എടുത്തോളാം. അയ്യോ എടി, നമുക്കൊരു സഹായമാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടിച്ചാത്തനെ വിളിച്ചു വരുത്തിയത്. ഇതിപ്പോ ഒരു കുരിശായല്ലോ. എടാ, നീ ഒരു കാര്യം ചെയ്യ്, കുട്ടിച്ചാത്തൻ്റെ അടുത്ത് സോറി പറ.
ചിലപ്പോ ക്ഷമിച്ചാലോ? സോറി കുട്ടിച്ചാത്ത ഒന്ന് ക്ഷമിച്ചേക്ക്, അറിയാതെ പറ്റിപ്പോയതാ. പ്ലീസ് മന്ത്രോ? ഏത് മന്ത്രം? അച്ഛൻ പറഞ്ഞില്ലേ കുട്ടിച്ചാത്തം വേണമെങ്കിൽ 100 പ്രാവശ്യം മന്ത്രം ചൊല്ലണമെന്ന്. ഞാനത് ചൊല്ലി പക്ഷെ തെറ്റിപ്പോയെന്ന് വരും. പറഞ്ഞില്ല തെറ്റിക്കരുത്. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എനിക്കെന്നെ അറിഞ്ഞൂടാ. നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. പിള്ളേരെ കൊണ്ട് ആവശ്യമില്ലാത്ത മന്ത്രവും ചൊല്ലിച്ച് ഓരോ മായയുടെയും ഭൂതത്തിന്റെ ഒക്കെ കഥയും പറഞ്ഞു കൊടുത്ത് പേടിപ്പിച്ചിട്ട് ഇപ്പൊ കൂടുതൽ വർത്തമാനം പറയണം. ഇപ്പൊ അച്ഛനൊരു കാര്യം പിടികിട്ടി. ഇതെല്ലാം ചാത്തന്റെ കളിയാണ്. ആ കുട്ടിച്ചാത്തൻ. അപ്പൊ എന്നെ തല്ലിയതും ഇല്ല തല്ലിയതും എന്നെ എടുത്തിട്ട് അവിടെ അലക്കിയതൊക്കെ ചാത്തൻ തന്നെ. കരയെന്ന് പറഞ്ഞില്ല. ചാത്തൻ അച്ഛൻ പിടിച്ചു കെട്ടും, കുപ്പിയിലാക്കും. എനിക്ക് എന്റെ മരിച്ചുപോയ രാഘവമാമൻ ചാത്തനെ പിടിച്ചിട്ടുള്ള മന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ചാത്തനെ പിടിക്കാനുള്ള മന്ത്രങ്ങളുള്ള പുസ്തകങ്ങൾ അച്ഛൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഇന്ന് നോക്കിയോ, അച്ഛൻ ചാത്തനെ കുപ്പി പിടിച്ചു കെട്ടും, കുപ്പിയിലിറക്കും അച്ഛൻ. അതാണ് ബാലചന്ദ്രൻ തമ്പി. കരാണ്ടിരിക്കും പിള്ളേരെ. കരാടാ ബാലു, നിങ്ങൾ അറിയാമേലാത്ത മന്ത്രം എല്ലാം തെറ്റിച്ച് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ചാത്തന് പകരം വരാൻ പോകുന്നത് വല്ല ഭൂതമായിരിക്കും. പിന്നൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ ചാത്തന്റെ പുറകെ ചാത്തനെ കുപ്പിയിലാക്കാൻ പോയാ ചാത്തൻ പിടിച്ച് നിങ്ങളെ കുപ്പിയിലാക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. അതിനുള്ള കുപ്പി നീ ഉണ്ടാക്കണം. കരയില്ലേ? വാ. സത്യമായിട്ടും ഇല്ല അച്ഛാ. അച്ഛന്ന് ഏതാച്ചാ നിന്റെ ശൂലം? ബാലു, കുപ്പി എവിടെന്നാ? ഈ കുപ്പി എവിടെന്നാന്ന് സത്യം പറ ബാലു. ബാസി കൊണ്ടുവന്ന് സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന അല്ല, ഞാൻ മാറ്റൊന്നുമല്ല. നീ ഒരുമാതിരി കളിക്കല്ലേ, ആവാഹനം നടന്നോട്ടിരിക്കാൻ ചുമ്മാ കളയാൻ വേണ്ടി. ക്ഷമ കുട്ടിച്ചാത്തൻ. ക്ഷമിക്കാൻ എന്നെ കൊണ്ട് സംസാരിക്കാൻ. ഇതെന്താ വെച്ചാ പശുവിനെ കറക്കുന്ന? കുട്ടിച്ചാത്തൻ വന്ന് കളിക്കല്ലേ. എന്താ
പറ്റിക്കാൻ നോക്കരുത്. മര്യാദക്ക് കുപ്പിക്കറിക്കോ. മകൻ വെച്ചു അങ്ങനെ കേറ് 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 കേറടാ കേറ് കേറ്. കണ്ടാ കണ്ടാ അമ്പടാ കുട്ടിച്ചാത്ത കണ്ടാടി ബാലേന്ദ്രൻ തമ്പി കുട്ടിച്ചാത്തനെ കുപ്പിയിലാച്ച കണ്ട എടാ കുട്ടിച്ചാത്ത. അവ ഇറങ്ങി പേടിക്കണ്ട പേടിക്കണ്ട അത് പേടിക്കണ്ട. ആടിപ്പോയാൻ പെറുക്കാൻ തിരിക്കൂടെ നിവർത്തി പൂങ്കുരുവി. എന്ത് പൂങ്കുരുവി